പാവക്കത്തോരൻ. ഒരു പാവക്കത്തോരൻ ഉണ്ടാക്കിയാലോ? അതിനായി ഒരു വലിയ പാവക്ക കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. അതിനി ചെറുതായി കട്ട് ചെയ്തെടുക്കണം. ഏറ്റവും ചെറിയ കഷ്ണങ്ങളായി കട്ട് ചെയ്തെടുക്കണം. ഇനി അതിലേക്ക് വേണ്ടി 4-5 പച്ചമുളകും ഒരു സവാളയും എടുത്തിട്ടുണ്ട്. ഇതും ഒന്ന് ചെറുതായി കട്ട് ചെയ്തെടുക്കണം. ഇനി ഇതിലേക്ക് ആഡ് ചെയ്യാൻ കുറച്ച് തേങ്ങ ചിരകിയെടുത്തിട്ടുണ്ട്. ഇനി ഒരു പാൻ ചൂടായി വരുമ്പോൾ ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് ആവശ്യത്തിനുള്ള കടുക് ഇട്ട് കൊടുക്കാം. കടുകൊന്ന് പൊട്ടി വന്നാൽ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. പിന്നെ അരിഞ്ഞു വെച്ച സവാള ഇട്ട് കൊടുക്കാം. സവാള നന്നായി ഒന്ന് വഴറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് അരിഞ്ഞു വെച്ച പാവക്ക ഇട്ട് കൊടുക്കാം. പാവക്ക ഇട്ട് കൊടുത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് ഇതൊന്ന് വേവിപ്പിച്ചെടുക്കണം. നന്നായി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ച പച്ചമുളക് കൂടി ഇട്ട് കൊടുക്കാം. നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പാവയ്ക്കൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ട് കൊടുക്കാം. നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് തേങ്ങ ചിരകിയിട്ട് കൊടുക്കാം. നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. കയ്പ്പ് അധികമായതുകൊണ്ട് കുറച്ച് ശർക്കര ഇട്ട് കൊടുത്തിട്ടുണ്ട്. വേണ്ടവർ ഇട്ട് കൊടുത്താൽ മതി. എനിക്ക് കയ്പ്പ് അധികം ഇഷ്ടമല്ല, അതുകൊണ്ട് കുറച്ച് ശർക്കര ഇട്ട് കൊടുത്തു. നന്നായി ഒന്ന് മിക്സ് ചെയ്തു. ഇപ്പോൾ നമ്മുടെ പാവക്ക തോരൻ റെഡിയായിട്ടുണ്ട്. ഇത് ഉച്ചക്കത്തെ ചോറിൻ്റെ കൂടെ ഒരു അടിപൊളി സൈഡ് ഡിഷാണ്. നല്ല ടേസ്റ്റ് ആയിരിക്കും. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോസൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. എൻ്റെ വീഡിയോസൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യുക. താങ്ക് യു.